അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ ആ സാഹോദര്യ ബന്ധം വളരെ ഹൃദയപൂർവ്വമായിരുന്നു എന്നാണ് നാം പറഞ്ഞത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉദാഹരണവും നാം കേട്ടു. കച്ചവടത്തിൻ്റെയും അന്നത്തിൻ്റെയും തോട്ടത്തിൻ്റെയും സ്വത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല ഈ സാഹോദര്യം ഹൃദയപൂർണ്ണമാകുന്നത്. മറിച്ച് അതിനേക്കാൾ വലിയൊരു ദൗത്യമുണ്ട്, എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ളൊരു ദൗത്യം. അത് മറ്റൊന്നുമല്ല, അത് നസീഹത്ത് എന്നതാണ്. നസീഹത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക സാമൂഹികതയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന, പരസ്പരം കൂട്ടിക്കെട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് ഉണ്ടാകേണ്ട അടിസ്ഥാന ബാധ്യതകൾ പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നസീഹത്തു ലികുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിമിനോടും ഗുണകാംക്ഷയോടുകൂടെ സതുപദേശം ചെയ്യുക എന്നത്. അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി ശരിക്കും ബന്ധിതനാകുന്നത്. അങ്ങനെ ബന്ധിതമാവുമ്പോഴാണ് മുത്തറാബിത്തീങ്ങളായ ഒരു ജനതയായി നാം മാറുന്നത്. അതിനെയാണല്ലോ ഉമ്മത്ത് എന്ന് പറയുന്നത്. ഉമ്മത്ത് എന്ന് പറയുന്നത് കേവലം ആൾക്കൂട്ടമല്ല. ഉമ്മത്ത് എന്ന് പറയുന്നത് പരസ്പരം ആശയത്തിലും അർത്ഥത്തിലും കൂടി നിൽക്കുന്ന, കൂടിച്ചേരാൻ കഴിയുന്ന ഒരു ജനസഞ്ചയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനസഞ്ചയത്തെ പടച്ചെടുക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്യന്തികമായ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഈ സാഹോദര്യം, ഈ മുവാഹാത്ത്, അത് ആ അർത്ഥങ്ങളിലേക്ക് വരെ കടക്കുമായിരുന്നു എന്നാണ്. അതിന് നമുക്ക് ചെറിയൊരു ഉദാഹരണം പറയാം. മനസ്സിൽ ഈ ആശയങ്ങൾ നിലനിൽക്കുവാൻ, വേരോടാൻ ഈ ഉദാഹരണങ്ങൾ വലിയ സഹായകമാണ്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മദീനയിലെ സഹോദരൻ, അൻസാരിയായ സഹോദരൻ അബൂദർദാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവർ റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാഇനെ കാണാൻ, ക്ഷേമം അന്വേഷിക്കാൻ പോയി. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഈ പറഞ്ഞ അൻസാരികളുടെയൊക്കെ വീട്ടിൽ പോയി താമസിക്കുകയാണ് എന്നതിനർത്ഥമില്ല. ചിലപ്പോൾ അവിടെ ആയിരിക്കാം താമസിക്കുന്നത് ചില ആൾക്കാർ അവരുമായി ബന്ധം മാത്രമാണുള്ളത്. ആവശ്യങ്ങൾ വന്നാൽ അവർ ചെയ്യും, അവരെ സമീപിക്കും. ആ അർത്ഥത്തിൽ, അധികവും ആ ഒരു അർത്ഥത്തിലായിരുന്നു. കാരണം ഇപ്പോൾ ഒരു വീട് വെക്കുക, അതിന് പ്രത്യേക ഭൂമിയുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒക്കെ മവാത്താണ്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് അധികവും. അപൂർവം ചില ഭൂമികളിൽ മാത്രമാണ് കൃഷിയുള്ളത്. ആ കൃഷിയുള്ളത് അതിൻ്റെ ഉടമസ്ഥന്മാരുടേതാണ്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പോകുന്നതിനോ ഒരു കുടി കെട്ടുന്നതിനോ ഒന്നും യാതൊരു തല വിലക്കുകളുമില്ല. അതുകൊണ്ട് പല ആൾക്കാരും അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ മാത്രമല്ല, ഇസ്ലാമിൻ്റെ മാനവിയാത്ത് അതുതന്നെയാണ്. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ അൻസാരികളും മുഹാജിറുകളും അവരുടെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ സന്താപങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം പോകുന്നു, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നു. അങ്ങനെയാണ് പൊതുവെ അവർ ജീവിച്ചതായി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരിക്കൽ അബൂദർദാഇനെ കാണാൻ വേണ്ടി പോവുകയാണ്. അബൂദർദാഇൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അബൂദർദാഇൻ്റെ ഭാര്യ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ കുട്ടികളുണ്ടാവാം. അബൂദർദാഇനെ അന്വേഷിച്ചപ്പോൾ ഉമ്മുദർദാ, അബൂദർദാഇൻ്റെ ഭാര്യ പറഞ്ഞു, അബൂദർദാ ഇവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്തെങ്ങോ പോയതാണ്. സൽമാൻ അൽ ഫാരിസി ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, സുഖം തന്നെയാണോ, കുശലാന്വേഷണങ്ങൾ? അപ്പോൾ നിരാശയോടുകൂടെ ഉമ്മുദർദാ പറഞ്ഞു, എന്ത് സന്തോഷം, അഹുക്ക് അബൂദർദാ, താങ്കളുടെ സഹോദരനായ അബൂദർദാ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ദുനിയാവിനെ കുറിച്ച് യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹം അങ്ങനെ പോകുന്നു, ഇത്ര തന്നെ. ഞങ്ങളുടെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയില്ല.
അത് സൽമാൻ റളിയല്ലാഹുവിന് മനസ്സിലാവുകയും ചെയ്തു. കാരണം ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ മുത്തബദ്ദിലത്തായിരുന്നു എന്നാണ്. മുത്തബദ്ദിലത്ത് പറഞ്ഞാൽ വേണ്ടത്ര ആ കാലത്തിനനുസരിച്ച് ഒരു നല്ല രൂപത്തിലും ഭാവത്തിലും ഒന്നും ആയിരുന്നില്ല അവരുടെ വസ്ത്രങ്ങൾ എന്നർത്ഥം. മാത്രമല്ല അവരുടെ മുഖത്ത് നിരാശ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്താണെന്ന് ചോദിച്ചാൽ അബൂദർദാവിൻ്റെ പ്രശ്നം അദ്ദേഹം ശ്രദ്ധിക്കാത്ത ആളോ മതപരമായ ബോധ്യമില്ലാത്ത ആളോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അതിലൊന്നും പരിഗണന നൽകാത്ത ആളോ ഒന്നുമല്ല. ഇസ്ലാമിൻ്റെ ആത്മാവുമായി ഒപ്പം സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൽ ഓവറായിരിക്കുകയാണ്, തീവ്രമായിരിക്കുകയാണ്. അതും അപകടമാണ്. ഖൈറുൽ ഉമൂരി ഔസത്തുഹ, എല്ലാം ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് പിടിച്ചിരിക്കുകയാണ് ആത്മീയത. അതുകൊണ്ട് അദ്ദേഹം ഭാര്യയെ നോക്കുന്നില്ല, കുട്ടികളെ നോക്കുന്നില്ല, ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അപ്പോൾ തലയാട്ടിക്കൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തുനിന്നു അബൂദർദാവിനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.